താഴ്വര ഭാഗം 16. കേതിരിപ്പട്ടണത്തിന്റെ മുകളിൽ സൂര്യൻ ഉദിച്ചുയർന്നു. ഇടുങ്ങിയ തെരുവുകളിലൂടെ സ്വർണ്ണവെളിച്ചം വിതറി പട്ടണത്തെ ചലനത്തിലേക്ക് തള്ളിവിട്ടു. അതിരാവിലെ തന്നെ നഗരം ഉണർന്നിരുന്നു. വ്യാപാരികൾ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ചത്തുരത്തിന്റെ പല കോണുകളിലും നിറഞ്ഞു. അവർ ഊർജ്ജസ്വലരായി വർണ്ണാഭമായ തുണിത്തരങ്ങൾ വിരിച്ചു. അച്ചാറിട്ട മാങ്ങയുടെ ഭരണികൾ അടുക്കി വെച്ചു. ഉണങ്ങിയ പഴങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, മൺപാത്രങ്ങൾ എന്നിവ നിറച്ച ഭാരമേറിയ പെട്ടികൾ തുറന്നു. വേലിയേറ്റം പോലെ അവരുടെ ശബ്ദങ്ങൾ ഉയർന്നു താഴ്ന്നു. വിലപറച്ചിലുകളും വിലപേശലുകളും അന്തരീക്ഷത്തിൽ നിറഞ്ഞു. മൂർച്ചയുള്ള കറുവപ്പട്ട, ഉണക്കിയെടുത്ത ജീരകം, മധുരമുള്ള കുങ്കുമം എന്നിവയുടെ സുഗന്ധം പുതുതായി ചുട്ടെടുത്ത അപ്പത്തിൻ്റെയും വറുത്ത മാംസത്തിൻ്റെയും ഗന്ധവുമായി കൂടിച്ചേർന്നു. തിരക്കേറിയ ജീവിതം കൊണ്ട് കേതിരിപ്പട്ടണം പ്രകമ്പനം കൊണ്ടു. സുഗന്ധദ്രവ്യങ്ങൾ വിൽക്കുന്ന കടകളുടെ നിരയ്ക്ക് പിന്നിൽ ഒരു കുശവൻ ചക്രത്തിനരികിൽ കാലുകൾ ചേർത്ത് പിടിച്ച് മൃദുവായ കളിമണ്ണിനെ സൂക്ഷ്മതയോടെ രൂപപ്പെടുത്തി. അവന്റെ അരികിൽ വിശാലമായ കുടയ്ക്കടിയിൽ ഒരു വൃദ്ധൻ കത്തികൾക്ക് മൂർച്ച കൂട്ടുകയും ഓരോ ഉരസലിലും വായുവിലേക്ക് തീപ്പൊരികൾ അയക്കുകയും ചെയ്തു. അല്പമകലെയായി ഒരു കൂട്ടം വ്യാപാരികൾ അവരുടെ കാളവണ്ടികളിൽ തിളങ്ങുന്ന പട്ട്, പരുക്കൻ കോട്ടൻ, മൃദുവായ കമ്പിളി എന്നിവയിൽ തീർത്ത തുണിത്തരങ്ങൾ ശ്രദ്ധാപൂർവം നിധി പോലെ നിരത്തിവെച്ചു. നീളമുള്ള പാവാടയും ഷോളുകളും ധരിച്ച സ്ത്രീകൾ അവരുടെ വിരലുകൾ വസ്ത്രങ്ങളുടെ ഉപരിതലത്തിലൂടെ ഓടിച്ചുകൊണ്ട് വിലപേശി. മുതിർന്നവർക്കിടയിൽ ഇടുങ്ങിയ വഴികളിലൂടെ കുട്ടികൾ ഓടി നടന്നു. ക്ഷേത്രത്തിനടുത്തുള്ള ഒരു കടയിൽ ഒരു പാചകക്കാരൻ വേഗത്തിൽ ജോലി ചെയ്തു. വെളുത്ത മാവിൽ പൊതിഞ്ഞ അയാളുടെ കൈകൾ മാവിൽ നിന്ന് അടുപ്പിലേക്കും പിന്നിലേക്കും നീങ്ങി. ഒരു കുട്ടി അവന്റെ കടയുടെ പിന്നിലേക്ക് ഒളിഞ്ഞു നോക്കി. ഒരു ചൂടുള്ള ബണ്ണ് മോഷ്ടിച്ചു. അയാൾ ശ്രദ്ധിക്കുന്നതിനു മുമ്പേ ഒരു പുഞ്ചിരിയോടെ ഓടിപ്പോയി. ക്ഷേത്രത്തിന്റെ പടികൾക്കടുത്ത് എഴുത്തുകാർ കല്ലുപാകിയ തറയിലിരുന്നു. കയ്യിലെ തൂവലുകൾ ചെറിയ മഷിക്കുപ്പുകളിൽ മുക്കി കടലാസ് ചുരുടുകളിൽ പേരും അക്കങ്ങളും ചിഹ്നങ്ങളും എഴുതി. ഒരാൾ നാണയങ്ങൾ എണ്ണുമ്പോൾ സ്വയം പിറുപിറുക്കുന്നു. മറ്റൊരാൾ ഒരു അരിപ്പെട്ടി നഷ്ടപ്പെട്ടതിനെ ചൊല്ലി ഒരു വ്യാപാരിയുമായി തർക്കിക്കുന്നു. ആളുകൾ ആർത്തു വിളിച്ചു, വിലപേശുകയും ചിരിക്കുകയും ചെയ്തു. വ്യാപാരികൾ വണ്ടികളിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുമ്പോൾ കാളകളുടെ കഴുത്തിൽ നിന്ന് മണികൾ മുഴങ്ങി. എണ്ണകളും കൈകൊണ്ട് നിർമ്മിച്ച കളിപ്പാട്ടങ്ങളും വളകളും മരപ്പാവകളും ചെറിയ കളിമൺ കുതിരകളും ഉണ്ടായിരുന്നു. സഞ്ചാരികളായ ഒരു കൂട്ടം സംഗീതജ്ഞർ ഒരു അത്തിമരത്തിന്റെ ചുവട്ടിൽ ഓടക്കുഴലും ഡ്രമ്മും വായിച്ച് ഇതിനകം തിരക്കേറിയ പട്ടണത്തിന് താളം നൽകി. ജീവിതത്തിന്റെ ഈ സ്പന്ദനത്തിലേക്ക് ലാമി നടന്നു. നീണ്ട യാത്രയിൽ അവളുടെ കാലുകൾ വേദനിച്ചു. സൂര്യനു കീഴിൽ അവളുടെ മുഖം വിളറിയിരുന്നു. വിയർപ്പിന്റെ ഒരു നേർത്ത പാളി അവളുടെ നീണ്ട തവിട്ട് നിറത്തിലുള്ള വസ്ത്രത്തെ അവളുടെ ശരീരത്തോട് ചേർത്തൊട്ടിച്ചു. അവയുടെ അടിഭാഗത്ത് പൊടി പറ്റി പിടിച്ചിരുന്നു. പിന്നിൽ കെട്ടിവെച്ചിരുന്ന അവളുടെ മുടി കാറ്റിൽ പറന്നു. ദായു അവൾക്ക് നൽകിയ നാണയങ്ങൾ സൂക്ഷിച്ചിരുന്ന തുണിസഞ്ചി അവൾ നെഞ്ചിൽ മുറുകെ പിടിച്ചു. പക്ഷെ അവളുടെ ചുവടുകൾ മന്ദഗതിയിലായിരുന്നില്ല. അവളുടെ മനസ്സിൽ രണ്ടു കാര്യങ്ങളുമായാണ് കേതിരിയിലേക്ക് വന്നത്: അമ്മയ്ക്ക് മരുന്ന് വാങ്ങുക, പിന്നെ ലോമിറയെ കാണുക. താഴ്വരയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് തലേ ദിവസം അവൾ ദായുവിനോട് സംസാരിച്ചു. അവന്റെ ചെറിയ ഏതാണ്ട് ശൂന്യമായ കളപ്പുരയ്ക്ക് പുറത്തു നിന്നു. അശ്വിൻ വാതിലിനടുത്ത് നിശബ്ദമായി തലചായ്ച്ചിരുന്നു. അയാളുടെ കണ്ണുകൾ പകുതി അടഞ്ഞിരുന്നു. ദായു ലോകരൻ ജോലി ചെയ്യുന്ന കടയുടെ അടയാളങ്ങൾ അവൾക്ക് പറഞ്ഞുകൊടുത്തു. ലാമി ശ്രദ്ധയോടെ അത് കേട്ട് മനസ്സിൽ ഓർത്തുവച്ചു. ദായു കയ്യിലുണ്ടായിരുന്ന നാണയങ്ങൾ അവൾക്ക് കൊടുത്തു. ലാമി അവൾ തിരിച്ചു വരുന്നതുവരെ അമ്മയെ നോക്കാനുള്ള ചുമതല അവനെ ഏൽപ്പിച്ചു. ആ രാത്രിയിൽ അവൾ സൂക്ഷിച്ചു വെച്ച നാണയങ്ങൾ ഒരു തുണിസഞ്ചിയിൽ പൊതിഞ്ഞുവെച്ചു. പിറ്റേന്ന് രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ ആരെയും കാത്തു നിൽക്കാതെ അവൾ പുറപ്പെട്ടു. ഇപ്പോൾ കേതിരിയിൽ തിരക്കേറിയ ഒരു മൂലയിൽ അവൾ നിന്നു. ചുറ്റും നോക്കി. തിളങ്ങുന്ന സൂര്യപ്രകാശത്തിൽ നിന്ന് കണ്ണുകൾ മറച്ചു. എല്ലാ ദിശകളും ഒരുപോലെ കാണപ്പെട്ടു. തിരക്കേറിയതും ഉച്ചത്തിലുള്ളതും അപരിചിതവും. ദായു പറഞ്ഞ അടയാളങ്ങൾ അവൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. പക്ഷെ അവിടെ ധാരാളം ധാന്യക്കടകൾ ഉണ്ടായിരുന്നു. എല്ലാം ഒരേപോലെ കാണപ്പെട്ടു. അരിയും ഗോതമ്പും അടുക്കി വച്ചിരിക്കുന്ന ചാക്കുകൾ. പുരുഷന്മാർ ആർപ്പു വിളിക്കുന്നു. കാളകൾ മൂളുന്നു. ഭാരമേറിയ ചാക്കുകൾ നിറച്ച വണ്ടികൾ. തിരക്കുകൾക്കിടയിലൂടെ ലാമി പതുക്കെ നടന്നു. കണ്ണുകൾ ഓരോ കടയും പരിശോധിച്ചു. മുന്നിലൂടെ വരുന്ന ആൾക്കാർക്കിടയിൽ ലോകരന്റെ മുഖമന്വേഷിച്ചു. ആരും അവളെ ശ്രദ്ധിച്ചില്ല. അവൾ ഒരു കടയുടെ മുന്നിൽ നിന്നു. കളിമൺ പാത്രങ്ങൾ എണ്ണുന്ന ഒരു കുടവയറുള്ള മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾ ലോകരനെ അറിയുമോ? അയാൾ മുകളിലേക്ക് നോക്കിയില്ല. അങ്ങനെ ഒരാളെക്കുറിച്ച് കേട്ടിട്ടില്ല. വേറെ എവിടെയെങ്കിലും അന്വേഷിക്കൂ. അവൾ ഒരു സുഗന്ധവ്യഞ്ജന വിൽപ്പനക്കാരന്റെ മുന്നിൽ നിന്നു. ആ മനുഷ്യൻ അവളെ നോക്കി. പക്ഷെ അയാൾ തന്റെ പണി ചെയ്യുന്നത് നിർത്തിയില്ല. ഞാൻ ലോകരൻ എന്നൊരാളെ തിരയുകയാണ്. അവനൊരു ധാന്യക്കടയിൽ ജോലി ചെയ്യുന്നു. നിങ്ങൾക്കവനെ അറിയുമോ? ലാമി മൃദുവായി ചോദിച്ചു.
ആ മനുഷ്യൻ പെട്ടെന്ന് ഉത്തരം പറഞ്ഞില്ല. അവൻ കഷ്ടിച്ച് മുകളിലേക്ക് നോക്കി. ഇവിടെ അങ്ങനെയുള്ള ധാരാളം പുരുഷന്മാരുണ്ട്. നിങ്ങളെപ്പോലെയുള്ള ആളുകൾ എല്ലാ ദിവസവും ആരെയെങ്കിലും അന്വേഷിച്ച് ഇവിടെ വരുന്നു. എനിക്കവനെ അറിയില്ല. അയാൾ പിറുപിറുത്ത് തിരിഞ്ഞു. ലാമിയുടെ ഹൃദയം അല്പം തകർന്നു. പക്ഷെ അവൾ നിന്നില്ല. അവൾ അടുത്ത കടയിലേക്ക് നീങ്ങി. അവിടെ ഒരു സ്ത്രീ തുണി മടക്കിക്കൊണ്ടിരുന്നു. നിങ്ങൾക്ക് ലോഗറിനെ അറിയുമോ? ഞാൻ കൊമാരുവിൽ നിന്നാണ്. കൊമാരുവിനെക്കുറിച്ചുള്ള പരാമർശം കേട്ട് ആ സ്ത്രീ പുരുകമുയർത്തി. അവളുടെ മുഖഭാവം മാറി. നിഷ്പക്ഷതയിൽ നിന്ന് സഹതാപത്തിൻ്റെതിലേക്ക്, അല്ലെങ്കിൽ സംശയത്തിൻ്റെതിലേക്ക്. കൊമാരു? ആ പേര് പുളിച്ചതായി തോന്നിയതുപോലെ അവൾ ആവർത്തിച്ചു. ഇല്ല, എനിക്കറിയില്ല. മറ്റാരോടെങ്കിലും ചോദിക്കൂ. ലാമിയുടെ തോളുകൾ അല്പം തകർന്നു. പക്ഷെ അവൾ ആ സ്ത്രീയോട് നന്ദി പറഞ്ഞ് മുന്നോട്ടു പോയി. അവൾ വീണ്ടും പലരോടും അന്വേഷിച്ചു. ഭക്ഷണശാലയ്ക്ക് സമീപമുള്ള ഒരു മൺപാത്രക്കടയിൽ, ഈന്തപ്പഴക്കൊട്ടയ്ക്ക് സമീപം നാണയങ്ങൾ എണ്ണുന്ന ഒരാളുടെ അരികിൽ. ഓരോ തവണയും അവൾ മൃദുവായി മാന്യമായി സംസാരിച്ചു. ഓരോ മറുപടിയിലും അവളുടെ ശബ്ദം നീർത്തു. ചിലർ അവളെ അവഗണിച്ചു. മറ്റുള്ളവർ കേൾക്കാതെ പെട്ടെന്ന് ഇല്ല എന്ന് പറഞ്ഞു. കുറച്ചുപേർ അവളുടെ വസ്ത്രങ്ങളിലും മുഖത്തും നോക്കി എന്തൊക്കെയോ പിറുപിറുത്തു. ഒരു കൂട്ടം സംഗീതജ്ഞരെ മറികടന്ന് അവൾ നടന്നു. കാതുകളിൽ ഡ്രമ്മിന്റെ താളം മുഴങ്ങി. ക്ഷേത്രത്തിനടുത്തുള്ള പുരോഹിതന്മാരെ മറികടന്ന്, വേവിച്ച നിലക്കടല വിൽക്കുന്ന ഒരാളെ മറികടന്ന്, ഒരു നായയെ ഓടിക്കുന്ന കുട്ടിയെ മറികടന്ന് അവൾ മുന്നോട്ട് നടന്നു. അപ്പോൾ അവളത് കണ്ടു. ചുമരിനോട് ചേർന്ന് വലിയ ധാന്യച്ചാക്കുകൾ അടുക്കി വെച്ചിരിക്കുന്ന ഒരു പീടിക. പുറത്ത് നിർത്തിയിട്ടിരുന്ന ഒരു വണ്ടിയിലേക്ക് ആളുകൾ ചാക്കുകൾ കൊണ്ടുപോകുന്നു. അവരിലൊരാൾ, ശക്തമായ പുറമുള്ള ഒരു ഉയരമുള്ള വ്യക്തി, കുനിഞ്ഞ് ഒരു ഭാരമുള്ള ചാക്ക് തോളിൽ ഉയർത്തി. അവന്റെ കൈകൾ വലിഞ്ഞു. പക്ഷെ അവൻ ശക്തിയോടെ നീങ്ങി. അവൻ നീങ്ങുന്ന രീതിയിൽ എന്തോ പരിചിതമായി തോന്നി. ലാമി അടുത്തേക്ക് വന്നു. അവളുടെ ഹൃദയമിടിപ്പ് കാതുകളിൽ മുഴങ്ങി. അവൾ ഒരു ദീർഘനിശ്വാസം എടുത്തു വിളിച്ചു, ലോകിറൻ. ആ മനുഷ്യൻ നിവർന്ന് തിരിഞ്ഞു. ലോകിറിന്റെ മുഖം അത്ഭുതത്താൽ പ്രകാശിച്ചു. കൈയുടെ പിൻഭാഗം കൊണ്ട് നെറ്റിയിലെ വിയർപ്പ് തുടച്ചു മാറ്റിക്കൊണ്ട് അയാൾ കണ്ണു ചിമ്മി. ലാമി, അയാൾ സംശയത്തോടെ പരുക്കൻ ശബ്ദത്തിൽ വിളിച്ചു. അവൾ തലയാട്ടി. അയാൾ കരുതലോടെ ചാക്കുകെട്ട് താഴെ വെച്ചുകൊണ്ട് ചോദിച്ചു, നീ എങ്ങനെ ഇവിടെ? ദായു നിന്നെ കണ്ടതായി പറഞ്ഞു. ഞാൻ എൻ്റെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ വന്നതാണ്, ലാമി പറഞ്ഞു. അവളുടെ ശബ്ദം ചെറുതായി ഇടറി. പിന്നെ, എനിക്ക് ലോമിറയെ കാണണം. ലോഗറിന്റെ മുഖഭാവം മൃദുവായി. അവൻ അവളെ നോക്കി. അവളുടെ ക്ഷീണിച്ച മുഖം, കാലിലെ പൊടി, അവളുടെ മങ്ങിയ വസ്ത്രം. അവൻ സൗമ്യമായി തലയാട്ടി. പിന്നെ അവൻ മാറി നിന്ന് രണ്ട് കെട്ടിടങ്ങൾക്കിടയിലുള്ള ഒരു ഇടുങ്ങിയ പാതയിലൂടെ താഴേക്ക് വിരൽ ചൂണ്ടി. ആ പാതയുടെ അവസാനം എത്തുന്നതുവരെ നേരെ പോകുക. പിന്നെ കമ്മാരന്റെ കടയ്ക്ക് ശേഷം ഇടത്തോട്ട് തിരിയുക. മുളവേലികൾ നിരത്തിയ ഒരു ഇടുങ്ങിയ പാത കാണാം. മുന്നോട്ടു പോയി ആൽമരമുള്ള കിണർ കടന്ന് നടക്കുക. അവളുടെ വീട് ഒരു പ്രഭുവിന്റെ വളപ്പിന് പിന്നിലാണ്. നീലവാതിലും പുറത്തൊരു കളിമൺ കുതിരയുമുള്ള ഒരു ചെറിയ വീട്. ലാമി ശ്രദ്ധയോടെ കേട്ടു. ഓരോ വാക്കിനും തലയാട്ടി. അവൾക്ക് നിന്നെ കാണുമ്പോൾ സന്തോഷമാകും. ലാമിയുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി പ്രത്യക്ഷപ്പെട്ടു. അവൾ തലയാട്ടി. അവളുടെ കണ്ണുകൾ ചെറുതായി തിളങ്ങുന്നുണ്ടായിരുന്നു. അവൻ ചൂണ്ടിക്കാണിച്ച പാത പിന്തുടരാൻ തിരിഞ്ഞു. അവൾ പോകാൻ തിരിഞ്ഞപ്പോൾ ലോഗറൻ വീണ്ടും വിളിച്ചു, ലാമി, നിനക്ക് സുഖമാണോ? അവൾ തിരിഞ്ഞു നിന്നു. ഒന്നും പറഞ്ഞില്ല. അവനൊരു വിളറിയ പുഞ്ചിരി സമ്മാനിച്ച് തിരിഞ്ഞു നടന്ന് ആൾക്കൂട്ടത്തിലേക്ക് അപ്രത്യക്ഷയായി. ലോഗറൻ ചൂണ്ടിക്കാണിച്ച ഇടവഴി ഇടുങ്ങിയതും നിശബ്ദവുമായിരുന്നു. കമ്മാരന്റെ ചുറ്റികയുടെ മൂർച്ചയുള്ള ശബ്ദങ്ങൾ മറികടന്നു ഇടുങ്ങിയ പാത അവൾ കണ്ടെത്തി. മുളവേലികൾ അസമമായി ചാരി നിർത്തിയിരിക്കുന്നു. അവയ്ക്കിടയിൽ ചെറിയ വീടുകൾ, കാലപ്പഴക്കം കൊണ്ട് മലിനമായ ചുവരുകളും പരുക്കം മരം കൊണ്ട് നിർമ്മിച്ച വാതിലുകളുമുള്ള വീടുകൾ കടന്ന് ലാമി പതുക്കെ നടന്നു. പാത നിരപ്പില്ലാത്തതായിരുന്നു. അകലെ പട്ടണത്തിന്റെ ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ അവളുടെ പിന്നിൽ മുഴങ്ങി. കിണറിന്റെ കൽത്തട്ടിൽ ചുറ്റിത്തിരിയുന്ന കട്ടിയുള്ള വേരുകളുള്ള ആൽമരം അവൾ കണ്ടു. കാക്കകൾ കൊമ്പുകളിൽ വിശ്രമിക്കുകയും അലസമായി കരയുകയും ചെയ്തു. അതിനു തൊട്ടപ്പുറം പ്രഭുവിന്റെ മാളിക കണ്ടു. അതിന്റെ പിന്നിലായി രണ്ട് വീടുകൾക്കിടയിൽ നീലവാതിലുള്ള ഒരു ചെറിയ മൺവീട്. ചുമരുകളിലെ നിറങ്ങൾ അടർന്നു പോയിരിക്കുന്നു. പുറത്ത് ഒരു കൽപ്പലകയിൽ ശ്രദ്ധാപൂർവം സ്ഥാപിച്ചിരിക്കുന്ന ഒരു കളിമൺ കുതിര ഉണ്ടായിരുന്നു. വാതിലിനടുത്തുള്ള ചെറിയ ജനാലയിൽ ഒരു കീറിയ തുണി ഒരു മൂടുശീല പോലെ തൂങ്ങിക്കിടന്നു. അത് ചൂടുള്ള കാറ്റിൽ പറന്നുയരുന്നു. ലാമി വീടിന് മുന്നിൽ നിന്നു. അവളുടെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. ചുറ്റുമുള്ള വായുവിന് ഭാരം കൂടുതലായി തോന്നി. വാതിൽ തനിയെ തുറക്കുമെന്ന് പ്രതീക്ഷിച്ചതുപോലെ അവൾ നോക്കി. അവളൊരു ശ്വാസമെടുത്തു. വാതിലിനടുത്തേക്ക് വന്നു. മൃദുവായി വിളിച്ചു, ലോമിറ. വീടിനുള്ളിൽ ലോമിറ അടുക്കളയിലായിരുന്നു. കരിഞ്ഞുണങ്ങിയ ചുവരുകളുള്ള ഒരു ഇടുങ്ങിയ സ്ഥലം.
ഒരു ഒറ്റ ജനാലയിൽ നിന്ന് സൂര്യപ്രകാശം ദുർബലമായി അകത്തേക്ക് കടന്നു വന്നു. അവൾ അടുപ്പിന് സമീപം നിന്നു. തിളയ്ക്കുന്ന അരിയുടെ ഒരു ചെറിയ കലമിളക്കി. വേവിച്ച പയറിന്റെ ഗന്ധം മുറിയിൽ നിറഞ്ഞു. പുറത്തുനിന്നും കേട്ട ശബ്ദത്തിൽ അവളുടെ കൈ ഇളകി നിന്നു. പരിചിതമായ ശബ്ദം, ചിരി, ബാല്യകാല കളികൾ, രഹസ്യങ്ങൾ, ജോലികയുടെ ചുവട്ടിലെ വൈകുന്നേരങ്ങൾ എല്ലാം അവളുടെ മനസ്സിലേക്ക് ഓടി വന്നു. അവൾ മരവിച്ചു. അവളുടെ കയ്യിലെ പാത്രം വിറച്ചു. പതുക്കെ അവൾ മുൻവാതിലിലേക്ക് കാലെടുത്തു. വാതിൽ തുറന്നപ്പോൾ അവളുടെ ശ്വാസം അവളുടെ തൊണ്ടയിൽ കുടുങ്ങി. അവളുടെ കണ്ണുകൾ വിടർന്നു. ഒരു നിമിഷം കഴിഞ്ഞ് അവ മൃദുവായി നിറഞ്ഞു. ഒന്നും പറയാതെ അവൾ മുന്നോട്ടു പോയി ലാമിയെ മുറുകെ കെട്ടിപ്പിടിച്ചു. അവരുടെ കൈകൾ പരസ്പരം മുറുകെ പിടിച്ചു. ലാമിയുടെ കണ്ണുനീർ പെട്ടെന്ന് വന്നു. അവളുടെ മുഖം ലോമറയുടെ തോളിൽ പൂഴ്ത്തി. ലോമറയെ കൂടുതൽ മുറുകെ പിടിച്ചപ്പോൾ അവളുടെ ശരീരം വിറച്ചു. എന്നേക്കുമായി നഷ്ടപ്പെടുമെന്ന് അവൾ ഭയപ്പെട്ടിരുന്ന അവളുടെ ഭൂതകാലത്തിന്റെ ഒരു ഭാഗം പിടിക്കുന്നത് പോലെ അവർ വാതിൽക്കൽ അങ്ങനെ നിന്നു. ചുറ്റും സൂര്യപ്രകാശം ചൊരിഞ്ഞ് തകർന്ന ഭൂമിയിൽ നിന്നുള്ള രണ്ടാത്മാക്കൾ ഒടുവിൽ വീണ്ടും സ്പർശിച്ചു. അകത്തേക്ക് വരൂ, ലോമിറ കണ്ണുനീർ വേഗത്തിൽ തുടച്ചുകൊണ്ട് പറഞ്ഞു. ലാമി ആ ചെറിയ വീട്ടിലേക്ക് കയറി. അവളുടെ കണ്ണുകൾ മങ്ങിയ വെളിച്ചവുമായി പൊരുത്തപ്പെട്ടു. ചുവരുകൾ നഗ്നമായിരുന്നു. തറ വൃത്തിയുള്ളതായിരുന്നു. അവ നിരപ്പല്ലാത്ത ചെളി കൊണ്ട് പൊതിഞ്ഞിരുന്നു. പാത്രങ്ങൾ അടുക്കി വെച്ചിരുന്ന ഒരു കളിമൺ തട്ടിനരികിൽ ഒരു ചുരുട്ടിയ പായ, കുറച്ച് പഴകിയ വസ്ത്രങ്ങൾ എന്നിവയ്ക്കരികിൽ ഒരു താഴ്ന്ന മരക്കട്ടിൽ ഒരു മൂലയ്ക്ക് ചേർത്തിട്ടിരിക്കുന്നു. വേപ്പിൻ പുകയുടെ നേരിയ ഗന്ധം കലർന്ന മഞ്ഞളിന്റെയും അരിയുടെയും ഗന്ധം വായുവിലുണ്ടായിരുന്നു. അലങ്കാരങ്ങളൊന്നുമില്ല, വിശ്രമത്തിന്റെ ലക്ഷണങ്ങളുമില്ല, അതിജീവനം മാത്രം. ഒരു പഴയ തുണികൊണ്ട് മറച്ച വാതിലിലൂടെ ലോമിർ നിശബ്ദമായി അവളെ ഒരു വശത്തെ മുറിയിലേക്ക് കൊണ്ടുപോയി. മാരുതനകത്തുണ്ട്, അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു. മങ്ങിയ തുണികൊണ്ട് പൊതിഞ്ഞ തേഞ്ഞ തലയിണകൾ താങ്ങി നിർത്തിയ മടക്കിയ പായയിൽ മാരുതനിരുന്നു. അവന്റെ ശരീരം പിന്നിലെ ഭിത്തിയിലേക്ക് ചാരി. അവന്റെ കൈകൾ അവന്റെ അരികിൽ തളർന്നു കിടന്നു. അവന്റെ കണ്ണുകൾ തുറന്നിരുന്നു. പക്ഷെ അവ അനങ്ങിയില്ല. അവ മതിലിനപ്പുറം മുറി കടന്ന് എത്തിപ്പിടിക്കാൻ കഴിയാത്ത എവിടെയോ നോക്കി. ലാമി അടുത്തേക്ക് വന്ന് അവന്റെ അടുത്തുള്ള ഒരു ചെറിയ പലകയിലിരുന്നു. അവൾ പതുക്കെ വേദനിക്കുന്ന കണ്ണുകളോടെ അവനെ നോക്കി. അവന്റെ ശരീരം മെലിഞ്ഞിരിക്കുന്നു, തൊലി ചുളുങ്ങിയിരിക്കുന്നു. അവന്റെ കണ്ണുകൾ ശൂന്യമായിരുന്നു. ഒരിക്കൽ ആടുകളെ കുന്നുകളിലേക്ക് ഓടിച്ചിരുന്ന, കൂട്ടുകാരോടൊത്ത് തമാശ പറഞ്ഞിരുന്ന ആൺകുട്ടി ഇപ്പോൾ സ്വന്തം ശരീരത്തിൽ മരവിച്ചിരിക്കുന്നു. ഞാനവനെ സഹായിച്ചാൽ അവനിപ്പോൾ ഇരിക്കാം. ലോമിറ ലാമിയുടെ അരികിൽ മുട്ടുകുത്തി നിന്ന് പതുക്കെ പറഞ്ഞു. കാറ്റിലെ തീജ്വാല പോലെ അവളുടെ ശബ്ദത്തിൽ പ്രതീക്ഷയുടെ ഒരു വിറയിലുണ്ടായിരുന്നു. ലാമി കൈനീട്ടി മാരുതന്റെ വിരലുകളിൽ മൃദുവായി തൊട്ടു. അവ തണുത്തതും പ്രതികരണശേഷിയില്ലാത്തതുമായിരുന്നു. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ശബ്ദം തൊണ്ടയിൽ കുടുങ്ങി. അവനെന്നെ തിരിച്ചറിയുന്നില്ല. ലോമിറ തലയാട്ടി. ഇല്ല, ഇനിയില്ല. പക്ഷെ ഞാൻ എല്ലാ ദിവസവും അവനോട് സംസാരിക്കും. അവൻ എന്നെ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് സന്തോഷമുണ്ട്. കുറഞ്ഞത് അവൻ ഇരിക്കാൻ കഴിയുന്നുണ്ടല്ലോ. അവർക്കിടയിൽ ഒരു നിശബ്ദത. പിന്നെ ലാമി അവളെ നോക്കി. കുഞ്ഞെവിടെ? ലോമിറ ഓർമ്മിച്ചുകൊണ്ട് കണ്ണു ചിമ്മി. ഓ, അവൻ ഉറങ്ങുകയാണ്. അവൾ വേഗം എഴുന്നേറ്റ് പറഞ്ഞു. അവൾ തൊട്ടിലിലേക്ക് നടന്നു. അവൾ കുഞ്ഞിനെ എടുത്ത് ലാമിയുടെ കൈകളിൽ കിടത്തി. എന്തോ പവിത്രമായത് സ്വീകരിക്കുന്നത് പോലെ ലാമി അവനെ പതുക്കിയെടുത്തു. അവളുടെ കൈകൾ വിറച്ചു. ലാമി അവനെ നോക്കി. ചുരുണ്ട ചെറിയ വിരലുകൾ, ഉറക്കത്തിൽ ചെറുതായി തുറന്ന വായ. അവളുടെ കണ്ണുകൾ കണ്ണുനീർ കൊണ്ട് നിറഞ്ഞിരുന്നു. കുഞ്ഞിന്റെ മൃദുവായ ചർമ്മത്തിലേക്കും വൃത്താകൃതിയിലുള്ള കവിളുകളിലേക്കും അവന്റെ നെഞ്ചിൽ അമർന്നിരിക്കുന്ന ചെറിയ ചുരുണ്ട വിരലുകളിലേക്കും അവൾ നോക്കി. അവളുടെ ഹൃദയം വികാരത്താൽ വീർത്തു. അവൻ വളരെ സുന്ദരനാണ്. അവൾ അവന്റെ നെറ്റിയിൽ ഒരു ചുംബനം നൽകി പറഞ്ഞു. ഞാൻ അവനെ കാണുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. അവൾ അവനെ അടുത്തേക്ക് കെട്ടിപ്പിടിച്ചു. ലോമിറ കണ്ണുകൾ തുടച്ചു. ഇപ്പോൾ എനിക്കുള്ള ഒരേ ഒരു ആശ്വാസം ഇവനാണ്. ലാമി അവന്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ അവളെ നോക്കി തലയാട്ടി. അവൻ മാരുതനെ പോലെ ധൈര്യശാലിയായിരിക്കും. കുഞ്ഞിളകി ഒരു ചെറിയ കരച്ചിൽ പുറപ്പെടുവിച്ചു. ലോമിറ പുഞ്ചിരിച്ചുകൊണ്ട് കൈനീട്ടി. അവൾ അവനെ സൗമ്യമായി എടുത്ത് മുലയൂട്ടാനിരുന്നു. സന്തോഷവും ദുഃഖവും കൊണ്ട് നിറഞ്ഞ ഹൃദയത്തോടെ ലാമി നോക്കി നിന്നു. പിന്നീടവർ വളരെ നേരം സംസാരിച്ചു. താഴ്വരയെക്കുറിച്ചും കുമാരുവിന്റെ നിശബ്ദതയെക്കുറിച്ചും വരണ്ട കിണറുകളെക്കുറിച്ചും തരിശു നിലങ്ങളെക്കുറിച്ചും തന്റെ കൃഷി പരീക്ഷണങ്ങളെക്കുറിച്ചും യാമിയുടെ രോഗത്തെക്കുറിച്ചും ദായു എല്ലാ ആഴ്ചയും മരുന്നിനായി കേതിരിയിലേക്ക് വരുന്നതിനെക്കുറിച്ചും ലാമി പറഞ്ഞു. മാരുതന്റെ ചെറിയ പുരോഗതിയെക്കുറിച്ച്, പ്രഭുക്കന്മാരുടെ ഭവനം വൃത്തിയാക്കുന്ന ലോർണതയെക്കുറിച്ച്, രുദയൻ മരം വെട്ടുകാരോടൊപ്പം ജോലി ചെയ്യുന്നതിനെക്കുറിച്ച് ലോമറയും സംസാരിച്ചു. കേതിരിയിലെ ജീവിതം കഠിനമായിരുന്നു. ആളുകൾ അവരെ നിന്ദിച്ചു.
അവരിപ്പോൾ വെറും തൊഴിലാളികളായിരുന്നു. കുമാരുവിൽ നിന്നുള്ള പേരുകൾക്ക് ഇവിടെ അർത്ഥമില്ല. ഭക്ഷണം തയ്യാറായപ്പോൾ അവർ ഒരുമിച്ച് കണ്ണീരും ചിരിയും പങ്കിട്ടുകൊണ്ട് അത് കഴിച്ചു. വൈകുന്നേരമായപ്പോഴേക്കും ലാമി പോകാൻ തയ്യാറായി. അവർ വീടിന് പുറത്തു നിന്നു. ലാമി ലോമിറയെ നോക്കി. ലോമിറ മുന്നോട്ട് വന്ന് അവളെ വീണ്ടും കെട്ടിപ്പിടിച്ചു. ഞാൻ വീണ്ടും വരും, ലാമി മന്ത്രിച്ചു. ലോകം വീണ്ടും വിഭജിക്കപ്പെടുമെന്ന് ഭയന്നതുപോലെ പരസ്പരം കെട്ടിപ്പിടിച്ച് അവർ അങ്ങനെ നിന്നു, കരഞ്ഞു. പിന്നെ ലാമി തിരിഞ്ഞു നടന്നു. കുഞ്ഞിന്റെ മൃദുലമായ കൂവൽ അവളുടെ കാതുകളിൽ അപ്പോഴും ഉണ്ടായിരുന്നു. ലോമിറ വാതിലിനടുത്ത് തന്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് അവളുടെ സുഹൃത്ത് വേലിയുടെ അപ്പുറം അപ്രത്യക്ഷമാകുന്നതുവരെ നോക്കി നിന്നു. ലാമിക്ക് ഉള്ളിൽ വിചിത്രമായ ഒരു സമാധാനം തോന്നി. ഒരു നിമിഷത്തേക്ക് അത് മതിയായിരുന്നു. വൈദ്യരുടെ അടുത്തു നിന്നും വേരുകൾ, കുഴമ്പുകൾ, പൊടികൾ എന്നിവയെല്ലാം വാങ്ങി നടക്കുമ്പോൾ വൈകുന്നേരത്തെ കച്ചവട തിരക്കുകളാൽ പട്ടണം സജീവമായി. അവൾക്ക് പിന്നിൽ വിളക്കുകൾ ഒന്നൊന്നായി പ്രകാശിച്ചു. കൽപ്പാതകളിൽ സ്വർണ്ണവെളിച്ചം വീശി. ശബ്ദങ്ങൾ ഉച്ചത്തിൽ മുഴങ്ങി. രാത്രിയോടെ അവൾ കുമാരുവിന്റെ പൊടി പറത്തുന്ന വരണ്ട കുന്നുകളിലേക്ക് കയറി.